യോഗസ്ഥ കുരു കർമാണി. നീ യോഗസ്ഥനായി എന്റെ ഓർമ്മയിൽ കർമ്മങ്ങൾ അങ്ങ് ചെയ്തോ. നല്ല കർമ്മങ്ങളും നമ്മളെ ബന്ധിക്കുന്നുണ്ട്. ഞാൻ ചെയ്തു എന്ന വിചാരത്തിൽ നല്ലൊരു കർമ്മം ചെയ്താലും ആത്മാവിനെ ബന്ധിക്കും. അതൊരു സ്വർണ്ണച്ചെങ്ങലയാണ്. തെറ്റായ കർമ്മങ്ങൾ ഇരുമ്പ് ചെങ്ങലയാണെങ്കിൽ നല്ല കർമ്മങ്ങൾ, ഞാനെന്ന ഭാവത്തിൽ ചെയ്ത കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ സ്വർണ്ണച്ചെങ്ങലയാണ്. ഇത് ഇത്തിരി സൂക്ഷ്മമായ ഗതിയാണ്. ഗീത പറയുന്നു കർമ്മത്തിന്റെ ഗതി ഗഹനാഗതിയാണ്. അപ്പൊ ദൈവമേ എന്തിനെന്നെ ഊരാക്കുടുക്കിൽപ്പെടുത്തുന്നു എന്നാണ് അർജുനൻ ചോദിച്ചത്. എന്തിനാണ് എന്നെ അങ്ങ് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി? ജ്ഞാനമാണ് ശ്രേഷ്ഠം, യോഗമാണ് ശ്രേഷ്ഠമെങ്കിൽ ഞാൻ അങ്ങയെ ധ്യാനിച്ചുകൊണ്ടിരുന്നോളാം. നീ എന്തിനങ്ങ് എന്നെ കൊണ്ട് ഇവിടെ ഇട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു? അപ്പൊ ഈശ്വരൻ ചിരിച്ചുകൊണ്ട് പറയാണ്, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റൂല. എന്നിട്ട് ഭഗവാൻ പറയുന്നത്, അർജുന ഞാൻ എന്തിനാ കർമ്മം ചെയ്യുന്നത്? എനിക്ക് കർമ്മം ചെയ്തിട്ട് എന്ത് കിട്ടാനാ? പക്ഷേ അർജുന ഞാനും കർമ്മം ചെയ്യുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, ജലം കർമ്മം ചെയ്യുന്നുണ്ട്, വായു കർമ്മം ചെയ്യുന്നുണ്ട്, സൂര്യൻ കർമ്മം ചെയ്യുന്നുണ്ട്. എല്ലാ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും കർമ്മം ചെയ്യുന്നത് കൊണ്ട് അർജുന നീയും കർമ്മം ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം? മനോഹരമായ ചില പദങ്ങൾ അല്ലെങ്കിൽ ചില വഴികൾ ഗീത നിർദ്ദേശിക്കുന്നുണ്ട്. യജ്ഞഭാവത്തോടു കൂടി ചെയ്യുക. നോക്കൂ, ഞാനൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ട്. ഈ ഷർട്ടിന്റെ പിറകിൽ എന്തെല്ലാം പ്രവർത്തനമുണ്ട്. നമ്മളുടെ ഓരോന്നിന്റെയും പിറകിൽ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷർട്ടിന്റെ പിറകില് ഒരു തയ്യൽക്കാരൻ, ഒരു ടൈലറുടെ പ്രവൃത്തി ഉണ്ട്. ആ ടൈലർ സന്യാസം സ്വീകരിക്കുകയാണെങ്കിലോ, ഞാൻ കർമ്മം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിലോ, അതിന്റെ പിറകില് തുണി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. തുണി ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു മില്ലിലായിരിക്കണമല്ലോ. അതിന്റെ പിറകില് നൂലുണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. അതിന്റെ പിറകില് പഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. അതിന്റെ പിറകില് പഞ്ഞി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കർഷകന്റെ പ്രവൃത്തി ഉണ്ട്. ആ പഞ്ഞിമരത്തിന്റെ പുറകില് ഒരു പഞ്ഞിവിത്ത് ഉണ്ട്. ആ പഞ്ഞിവിത്ത് തനിച്ചു മുളച്ചു വരാൻ പറ്റില്ല, ഭൂമി വേണം. അതുകൊണ്ട് ഭൂമിയുടെ പ്രവൃത്തി അതിനകത്തുണ്ട്, മണ്ണിന്റെ പ്രവൃത്തി അതിനകത്തുണ്ട്. മണ്ണും വളവും മാത്രം പോരാ, സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് സൂര്യന്റെ പ്രവൃത്തി അതിനകത്തുണ്ട്. ഭൂമിക്കും സൂര്യനും ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഷർട്ടിന്റെ പുറകിൽ പ്രപഞ്ചത്തിന്റെ പ്രവൃത്തി ഉണ്ട്. ഒരു നെൽമണി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പുറകിലെ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടിയ പ്രവൃത്തി ഉണ്ട്. അർജുന, ഈ പ്രപഞ്ചം പ്രതിഫലം ഇച്ഛിക്കാതെ നിരന്തരമായിട്ട് കർമ്മം ചെയ്യുന്നു. കാറ്റ് നിരന്തരം വീശുന്നു, വെള്ളം നിരന്തരം ഒഴുകുന്നു, ഭൂമി നിരന്തരം ഭ്രമണം ചെയ്യുന്നു, പ്രപഞ്ചം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഫലം ഇച്ഛിക്കുന്നില്ല, നിരന്തരമായിട്ട് ഞാനെന്ന ഭാവമില്ല. അതേപോലെ യജ്ഞഭാവത്തോടുകൂടി നിനക്ക് വന്ന് ചേരുന്ന കർമ്മങ്ങൾ നീ അങ്ങ് ചെയ്യണം. യജ്ഞഭാവത്തോടുകൂടി എന്ന് പറയുമ്പോഴോ, ഞാനെന്ന ഭാവം ഇല്ലാതെ കർമ്മങ്ങളെ അകർമ്മങ്ങൾ ആക്കി, ഞാനെന്ന ഭാവം അഹംഭാവം ഇല്ലാത്ത കർമ്മങ്ങളാക്കി പരിണമിപ്പിക്കുമ്പോൾ ഈശ്വരൻ പറയാണ്, കർമ്മം നിന്നെ ബന്ധിക്കില്ല. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഞാനെന്ന ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നതിന് ഗീത എന്താ പറയുന്നതെന്നറിയാമോ? അഹങ്കാര വിമൂഢാത്മ. ഞാനിപ്പോൾ നിങ്ങളോട് പ്രഭാഷണം ചെയ്യുന്നു, ഞാൻ പ്രഭാഷണം ചെയ്യുന്നു, ഞാൻ അരവിന്ദാക്ഷൻ പ്രഭാഷണം ചെയ്യുന്നു. ഭാവം പറഞ്ഞൊന്നുമില്ല. അരവിന്ദാക്ഷൻ എന്നുള്ളത് ശരീരത്തിന്റെ പേരാണ്. ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. ആ ആത്മാവ് എന്തുകൊണ്ട് പ്രഭാഷണം ചെയ്യുന്നു? സൂക്ഷ്മത്തിൽ ചിന്തിച്ചു നോക്കുമ്പോഴോ, ആത്മാവിലെ കുറിപ്പ് അനുസരിച്ച് ആത്മാവിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വായിലൂടെ പുറത്തേക്ക് വരാണ് ചെയ്തത്. അതിസൂക്ഷ്മമായ കാര്യമാണ്. നമ്മുടെ ആത്മാവിലെ എഴുതിയിരിക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ചാണ് നമ്മളെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കഥാപാത്രങ്ങൾ അവരുടെ ആക്ഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സംഭാഷണങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ ഒരു തിരക്കഥ ഉള്ളതുപോലെ ആ കഥാപാത്രത്തിലെ ആ തിരക്കഥയ്ക്കനുസരിച്ചുള്ള റോള് നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിരിക്കുന്നത് പോലെ
ഭഗവത്ഗീത പറയാണ്, പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച്, പ്രകൃതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അർജുന എല്ലാവരും ചെയ്യിപ്പിക്കപ്പെടുകയാണ്. അമർത്തി വെച്ചിട്ട് എന്താ കാര്യം അർജുന? അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാ അമർത്തി വെക്കേണ്ട കാര്യം? പകരം ഈ പ്രപഞ്ച ചക്രത്തിനനുസരിച്ചാണ് എന്റെ കർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കി എന്റെ കർമ്മങ്ങളെല്ലാം പ്രപഞ്ചാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവങ്ങൾ കളഞ്ഞ് അത് പ്രപഞ്ചാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അർജുന നിനക്ക് ആത്മീയമായ ഔന്നിത്യമുണ്ടാകും. ഈ കർമ്മക്ഷേത്രത്തിൽ ഭൗതികമായ ഐശ്വര്യവും നിനക്കുണ്ടാകും. ഭൗതികമായ ഐശ്വര്യം ആവശ്യമാണ്. രാജകൊട്ടാരങ്ങളിലാണ് ഭാരതത്തിന്റെ ആധ്യാത്മികത വന്നത്. വ്യാസമഹർഷി തന്റെ മോനെ പഠിപ്പിക്കാൻ വിട്ടത്, ചില സംശയങ്ങളൊക്കെ തീർത്തു വരാൻ പറഞ്ഞത് ജനക മഹാരാജാവിന്റെ അടുത്തേക്കാണ്. അപ്പൊ രാജ്യം ഭരിക്കുന്നത് കൊണ്ടോ കർമ്മം ചെയ്യുന്നതുകൊണ്ടൊന്നും ആധ്യാത്മികതയ്ക്ക് കുറവ് സംഭവിക്കില്ല. നമ്മൾ ആദ്യമേ മനസ്സിലാക്കി, രാജ ഋഷികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗീതാജ്ഞാനം നൽകിയത്. അതുകൊണ്ട് ഈ കർമ്മ വിമുഖത നമ്മൾ കളയണം. ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യുകയും ഈ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നേ, ഞാനെന്ന ഭാവം ഗീത പറയാണ് അങ്ങനെ ചെയ്തോട്ടെ, ഞാനെന്ന ഭാവത്തോടുകൂടി ചെയ്യുക. ഞാനെന്ന ഭാവമൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ചെയ്ത് നമുക്കൊരു പരിപാകത വരുമ്പോൾ പതുക്കെ ഞാനെന്ന ഭാവമൊക്കെ അഴിഞ്ഞു പോകും. ആദ്യമൊക്കെ നമുക്കൊരു പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ 4 പേരുടെ അംഗീകാരത്തിന് വേണ്ടിയോ ഒക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും. അത് ഞാനെന്ന ഭാവം വരുമ്പോഴാണല്ലോ ആഗ്രഹങ്ങളൊക്കെ വരുന്നത്. ഭാവം ഇരുന്നോട്ടെ, കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നല്ലത് അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്തോട്ടെ. പക്ഷെ പതുക്കെ എന്ത് പറ്റുമെന്നറിയാമോ? ഈ അഹങ്കാരം അഴിയുകയും നമ്മുടെ കർമ്മങ്ങള് സുഖകരമായി മാറുകയും ചെയ്യും. നമ്മളുടെ കർമ്മങ്ങള് ലോകഹിതാർത്ഥമായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ അധപ്പതിച്ചു പോകും. ഗീത പറയാണ് നശിച്ചു പോകുമെന്ന് കൂട്ടിക്കൊള്ളുക. കടുത്ത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനെന്ന ഭാവത്തിൽ കർമ്മം ചെയ്യുന്നതിനെ അഹങ്കാര വിമൂഢാത്മ എന്ന് പറയുന്ന ഗീത കർമ്മം ചെയ്യാതിരിക്കുന്നവൻ ഉപയോഗിക്കുന്ന വാക്ക് എന്തെന്നറിയാമോ? സർവജ്ഞാന വിമൂഢാത്മ, ഒരു വിവരമില്ലാത്തവൻ. ഈ വിവരമില്ലായ്മയാണ് ഭാരതത്തിന് സംഭവിച്ച തകരാറ്. ആ തകരാറ് മാറ്റാനാണ് ഭഗവാൻ വരുന്നത്. ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്. ഭഗവാൻ ആധ്യാത്മിക സ്രോതസ്സാണ്. പക്ഷെ ആ ഭഗവാൻ ആധ്യാത്മികത മാത്രമെന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്. ആധ്യാത്മികതയും കർമ്മവും കൂടി സമ്മേളിപ്പിക്കണം, സമന്വയിപ്പിക്കണം. ഭൗതികമായ ഉയർച്ച ഇഹലോകത്തിലെ ഉണ്ടാകണം. പരലോകം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, ഇഹലോകം കൂടി ഉണ്ട്. ഒരു സന്തുലനം ആവശ്യമുണ്ട്. കർമ്മത്തിന്റെയും യോഗത്തിന്റെയും സന്തുലനം ആവശ്യമുണ്ട്. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും കൂടി ഒരു സമ്മേളനം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ അങ്ങ് മരിക്കണോ? ഈ ലോകം ഇല്ലാണ്ടാവും പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ നിർത്തിക്കളയണോ? ഭാവം പറഞ്ഞ ഇതിനൊക്കെ ഒരു അഖണ്ഡതയുണ്ട്. ഇതിന്റെ മാറ്റം ഒന്ന് അംഗീകരിച്ചാൽ മതി. ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ അള്ളിക്കേറി പിടിക്കാതിരുന്നാൽ മതി. പക്ഷെ ഈ പ്രപഞ്ചമാകെ ഊരാ കൊടുക്കാണ്. ദൈവം എന്തിനിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു? ഭാവമനു ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാണ്ട് എന്നെ ഓർമ്മിച്ച് നിന്റെ കർമ്മങ്ങൾ നീ ചെയ്യുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അർജുന, ഇഹലോകം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ നിമിഷം സത്യമല്ലേ? ഈ നിമിഷം സത്യമല്ലേ? എനിക്ക് പട്ടിണിയാണ്, ഞാൻ വെറും ഒരു തെണ്ടിയെ പോലെ നടക്കാണ്. ഭാവമൻ അത് അംഗീകരിക്കേണ്ട വരില്ലേ? നിനക്ക് തല താഴ്ത്തേണ്ട വരില്ലേ? ഈ നിമിഷം നീ രാജാവിനെ പോലെ ജീവിക്കണം. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും ഇതെല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി പരമമായ സത്യത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ശാശ്വതമല്ലാത്ത ഈ ലോകത്ത്, ഈ ലോകം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി ശാശ്വതമായ ഈശ്വരനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സന്തുലനത്തിന്റെ വലിയ ഒരു കലയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കർമ്മങ്ങൾ ഉപേക്ഷിച്ചു പോകാല്ല. കർമ്മങ്ങളുടെ തീർന്നതിന് ശേഷം ആധ്യാത്മികതയിലേക്ക് തിരിയാം എന്ന് തെറ്റിദ്ധരിക്കാതെ കർമ്മങ്ങളും ആധ്യാത്മികതയും കൂടി ചേർത്ത് നമ്മൾ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റാനാണ് ഭഗവാൻ ഈ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്.
ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. നരനൊരു വരം ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദൈവരൂപനാകാൻ. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദൈവരൂപനാകാൻ. നരനൊരു വരം ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. പാരിലൊരു പരമപദം നേടാൻ, പരമാത്മാവിൻ ദിവ്യഗുണം നേടാൻ. പാരിലൊരു പരമപദം നേടാൻ, പരമാത്മാവിൻ ദിവ്യഗുണം നേടാൻ. പവിത്രമാകൂ, രാജയോഗിയാകൂ, അതിത പവനനാം ദൈവത്തെ സ്മരിക്കൂ. പവിത്രമാകൂ, രാജയോഗിയാകൂ, അതിത പവനനാം ദൈവത്തെ സ്മരിക്കൂ. നരനൊരു വരം ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. സ്വാർത്ഥത മാറി നിസ്വാർത്ഥമാകാൻ, സ്വഭാവത്തിലാത്മഭാവം നേടാൻ. സ്വാർത്ഥത മാറി നിസ്വാർത്ഥമാകാൻ, സ്വഭാവത്തിലാത്മഭാവം നേടാൻ. സ്വരൂപമാകൂ, സദ്ഗുണസ്വരൂപമാകൂ, സമാനധാരിയാം സഹജയോഗിയാകൂ. സ്വരൂപമാകൂ, സദ്ഗുണസ്വരൂപമാകൂ, സമാനധാരിയാം സഹജയോഗിയാകൂ. നരനൊരു വരം ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. നരനൊരു വരം ദൈവം കൊടുത്തു. നരൻ പവിത്ര സ്വരൂപനാകും വരം. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദൈവരൂപനാകാൻ. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദൈവരൂപനാകാൻ.